നമ്മളിങ്ങനെ പുതിയ ഫോർമാറ്റ് ഒക്കെ കൊണ്ടുവന്നല്ലോ. അപ്പൊ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ട്. പക്ഷെ എവിടേക്കോ നമ്മുടെ ക്യാപ്റ്റൻസിനല്ല ലീഡേഴ്സിന് എവിടേക്കോ ചെറിയൊരു ആ ഒരു കോമ്പറ്റീഷൻ സാധനം വരാത്തൊരു ഫീല് അത് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നമുക്ക് ആ രണ്ട് ക്യാപ്റ്റൻസിന് ഒന്നും ഇങ്ങോട്ട് വിളിക്കാം. വരൂ, അശ്വിൻ ആൻഡ് സഞ്ജയ്. ഈ ലീഡേഴ്സിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണം. ആ ഒരു ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഷെഡ്യൂൾ കഴിയാറായപ്പോ MG സാറും ശരത് സാറൊക്കെ പറഞ്ഞിരുന്നു ആ ഒരു സ്പിരിറ്റ് എപ്പോഴും വേണം, ആ ഒരു ആവേശം, ആ ഒരു ബഹളമൊക്കെ എപ്പോഴും വേണം. അതൊന്നും നമ്മൾ ഇവിടെ കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നീ എന്താണെന്ന് തിരിച്ച് എന്നോട് ചോദിക്കുന്നു, അതല്ല ഞങ്ങൾക്ക് ഇവിടെ. ശരിക്കും പറഞ്ഞാല് പാറുവിനും നമ്മൾ 4 പേർക്കും കാണുന്ന ആ ഒരു ആവേശം അത് ഇവരിൽ കാണുന്നില്ല എന്നുള്ളതാണ് പാറുവിന്റെ. ഞാനിവിടെ ഒച്ചെടുക്കുന്നല്ലാതെ ഒരു ആവേശം ഇവിടെ നമ്മൾ കാണുന്നില്ല. അപ്പൊ നമുക്ക് അതിലൊരു തീരുമാനം എടുക്കണം. MG സാർ, ശരത് സാർ, ഇപ്പൊ നിങ്ങളാണ് ഇവരുടെ സ്ഥാനത്തെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ആ ടീമിന് വേണ്ടി ചെയ്യാ? ഞങ്ങൾ ആദ്യം ആ ടീമിലുള്ള എല്ലാരെയും തല്ലി ഓടിക്കും, പിന്നെ ഞങ്ങൾ മാത്രം ഇരിക്കും. സെൽഫിഷ് പേഴ്സൺ. ഇല്ല, അതല്ല, നമുക്ക് ഒരു ഇപ്പൊ ഇവിടെ ഒന്ന് അടികൂടാനല്ല, പക്ഷെ ആ ഒരു സ്പിരിറ്റ് നമുക്ക് ആ ഒരു തോപ്പിക്കണം എന്നുള്ള കാര്യം നമുക്ക്. നിങ്ങളുടെ ടീമിൽ 8 പേരില്ലേ, അപ്പൊ അവര് പാടുന്ന പാട്ട് അന്യോന്യം ചർച്ച ചെയ്ത്, കാരണം ഞാൻ എന്റെ പാട്ട് മാത്രം ഞാൻ പാടി മാർക്ക് വാങ്ങിക്കുന്നുള്ളതല്ല, അടുത്ത ആൾ ഏത് പാട്ട് പാടുന്നു അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്ന് ക്യാപ്റ്റൻ നോക്കണം. ഈ ക്യാപ്റ്റനും ഗോപികേ, നീ എന്തോന്നട ഇങ്ങനെ നോക്കാറുണ്ടെന്ന് പറഞ്ഞ സാറേ. നിങ്ങളുടെ സ്നേഹമൊക്കെ പുറത്ത്, ഈ അകത്ത് വരുമ്പോ നിങ്ങള് പാടുവോ നീ? എന്നാ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു സംഭവമായിരിക്കണം. അതായത് ഈ തട്ടി കയറി കഴിഞ്ഞാൽ അച്ഛനും മോനും ആയാലും കോമ്പറ്റീഷൻ ആണത്. അവിടെ അച്ഛനോ മോനൊന്നൊന്നുമില്ല, തകർക്കണം. അതാണ് നമുക്ക് വേണ്ടത്. നിനക്കില്ല എന്നല്ല പറയുന്നത്, പോരാ, കുറച്ചുകൂടെ ആവാം. നിങ്ങൾ മഞ്ചേരിയൊക്കെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നല്ല ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, തിന്നാതെ. അല്ല ജഡ്ജസ്, ഇപ്പൊ ഒരു ഷെഡ്യൂൾ മൊത്തം ഇവര് ലീഡേഴ്സ് ആയിട്ടിരുന്നു. നമ്മളിപ്പോ ആ ഒരു മാറ്റങ്ങളൊന്നും തോന്നാത്തോണ്ടാണല്ലോ ഇവരെ വിളിച്ചത്. നമുക്കൊന്ന് മാറ്റം വരുത്തി നോക്കാം. നമുക്ക് വേറെ ആരെങ്കിലും ഒന്ന് ആക്കി നോക്കാം. അപ്പൊ എന്ത് മാറ്റം വരും ടീം ലീഡർ ആക്കി നോക്കാം അല്ലേ? അത് ഇവരുടെ അഭിപ്രായം കൂടെ വേണം. അത് ഫുൾ ക്യാപ്റ്റൻസിന്റെ അഭിപ്രായമാണ്. നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവര് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അതോ നമുക്ക് വേറെ ലീഡേഴ്സിനെ? മഞ്ജരിയുടെ അഭിപ്രായം എന്താ? നമുക്കൊന്ന് ടീം ക്യാപ്റ്റൻസിനെ മാറ്റി നോക്കാം അല്ലേ? ഫോർ എ ചേഞ്ച്. അപ്പൊ മീശക്കാരനും പോയി, ഗോപികയും പോയി. അവൻ കഷ്ടപ്പെട്ട് മീശയൊക്കെ റെഡിയാക്കി എടാ എന്ത് ക്യാപ്റ്റൻ പറയൂ എന്ന് പറയുമ്പോ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഇരുന്നതാ, പക്ഷെ ഒന്നും നടന്നില്ല. അയ്യോ, അത് ശരിയല്ലേ, പാവം ലീഡർ ആയോണ്ട് മീശയൊക്കെ വെച്ച് വന്നു. മോനെ അതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല, കുറച്ചുകൂടെ കട്ടിയാക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ഷാനിക്ക, ഈസ്റ്റേൺ മാജിക് ബീച്ചിൽ നിന്ന് വരുന്ന പുതിയ ലീഡർ ആരാണ്? ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു പ്രത്യേകതരം ഘട്ടത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമുക്കൊരു ആവേശം വേണം, നമുക്കൊരു ആവേശ് കുമാറിനെ വേണം. എന്റെ ടീമിൽ ഏറ്റവും ആവേശം കൂടിയ യശിനെ, യശാന്ത് ഷാനിന്റെ ടീമിലെ വികാരജീവി ഞാനൊരു ഇപ്പുറത്തെ മിസ്റ്റിക് രാഗാസില് ഒരു അതേപോലെ ആവേശമുള്ള ഒരു കുട്ടിയാണ് ശിവാനി. ശിവാനി കുട്ടിയല്ല, അവള് റൗഡിയാ. ശിവാനിയെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ ശിവാനി യെസ് പ്ലീസ് കം, വേഗം വരൂ. ഓക്കെ, അപ്പൊ യശ് ആൻഡ് ശിവാനി, ഇനി നിങ്ങളാണ് പുതിയ ലീഡേഴ്സ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും? ഇനി ഞങ്ങൾ ഫുൾ മാറ്റങ്ങളാണ്. ആണല്ലേ? മൊത്തം മാറ്റം അടിച്ച് നമ്മൾ പൊളിച്ച് ഫുൾ മാറ്റങ്ങൾ. നന്നായിട്ട് നമ്മൾ തമ്മിലൊരു സൂപ്പർ ഒരു കോർഡിനേഷൻ ചെയ്യാം, എല്ലാവരുടെ പാട്ടൊക്കെ സൂപ്പർ ആയിട്ട് റിവൈസ് ചെയ്യാം. ഒരു ഫൈറ്റ് ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്, സ്പിരിറ്റ് ഇവിടെ കാണണം. അടിപൊളിയാ വേണ്ടത്. അതാണ്. ഓക്കെ, അപ്പോ പുതിയ ലീഡേഴ്സിനെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈസ്റ്റേൺ മാജിക് ബീച്ചിൽ നിന്നും യശ് ആൻഡ് UTS ഗോൾഡ് ലോൺ മിസ്റ്റിക് രാഗാസിൽ നിന്നും ശിവാനി. അരെ വാ വാ വാ.